കയ്യിൽ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് സവാള കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഈ തോരൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ തോരൻ നമുക്ക് തീരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഉള്ളിത്തോരനാകുമ്പോൾ എന്തായാലും ഉള്ളി വേണമല്ലോ. അപ്പോൾ ഒരു 5 സവാള, ഈ വലിപ്പത്തിലുള്ള ഒരു 5 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തീരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമ്മൾ തോരനാകുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും വേണമല്ലോ. തേങ്ങ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തുമാത്രം വേണമെന്ന്. പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് നിൽക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ കൂടി പോകരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഉള്ളി ഒന്ന് വേവണ്ടേ. സവാളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കണ്ട. ഇതിനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. ഇനിയിപ്പോൾ ഈ തോരൻ എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഈ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കിയെടുക്കാം, നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ഹാൻഡ് ഫുൾ ഓഫ് തേങ്ങ ചിരണ്ടിയതാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുക. തേങ്ങയൊക്കെ അവരവരുടെ അവൈലബിലിറ്റി അനുസരിച്ചും അവരവരുടെ ഇഷ്ടം അനുസരിച്ചും ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. തോരൻ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ നായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളി തോരൻ റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മൾ 5 ചെറിയ സവാള എടുത്തിട്ട് നമ്മൾ തോരൻ വെച്ചപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സവാള വാടി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോകും. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്തോണം. എന്തായാലും നിങ്ങൾ ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്കും ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.